യേശുവിനെ റോമൻ പടയാളികൾ കുരിശിൽ തറച്ചു എന്നാണല്ലോ പറയുന്നത്. തന്നെക്കുറിച്ച് തന്നെയും ക്രൂശീകരണ വേളയിൽ താൻ കണ്ട കാര്യങ്ങളെപ്പറ്റിയും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് യേശു തറയ്ക്കപ്പെട്ട മരക്കുരിശ് തന്നെയാണ്. കുരിശെന്ന എൻ്റെ പേര് പോലും അപമാനകരമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കുരിശിലേറ്റപ്പെട്ടവൻ്റെ മകനെ എന്നൊരാളെ വിളിച്ചാൽ അതിൽ പരം ഒരു അപമാനം ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല, കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശാപഗ്രസ്തൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുരിശ് എല്ലാവർക്കും ഒരു അപഹാസ്യ വിഷയമായിരുന്നു. എന്നാൽ കുരിശിനല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറയുകയുണ്ടായി. എന്താണ് കുരിശിനെ പറ്റിയുള്ള ചിന്താഗതിയിലുണ്ടായ ആ മാറ്റത്തിൻ്റെ കാരണം? ആ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഏറ്റവും ശാപഗ്രസ്തവും ഹീനവുമായ ഒരു മരണ രീതിയായിട്ടാണ് കുരിശിനെ ലോകം കണ്ടിരുന്നത്. BC 2000-നോടടുത്ത് അസീറിയക്കാരാണ് ഈ ശിക്ഷാരീതി പൊതുവെ കൊണ്ടുവരുന്നത്. തൊട്ടു പിന്നാലെ ബാബിലോണ്യരും കൊടിയ കുറ്റവാളികളെ ശിക്ഷിക്കുവാനായി കുരിശ് ഉപാധിയായി സ്വീകരിച്ചു. എന്നാൽ പേർഷ്യക്കാരാണ് ക്രമീകൃതമായി സിസ്റ്റമാറ്റിക്കായി കുരിശ് ഉപയോഗിക്കാൻ തുടങ്ങി. ദാരിയാവേശ് രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നത് ബാബിലോണിൽ നിന്നുള്ള 3000-ഓളം തടവ് പുള്ളികളെ കൊല്ലുവാൻ കുരിശുകൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് ഏറ്റവും ആദ്യമായി ഇതിനെപ്പറ്റി ലഭ്യമായിരിക്കുന്ന ഒരു രേഖ. പിന്നീട് വന്ന സാമ്രാജ്യങ്ങളെല്ലാം കുരിശ് ഒരു കൊല ഉപകരണമായി തന്നെ ഉപയോഗിച്ചു. AD 341 കോൺസ്റ്റന്റൈനാണ് ഈ ശിക്ഷാരീതി നിരോധിച്ചത്. പരസ്യ സ്ഥലങ്ങളിലായിരുന്നു ക്രൂശീകരണം നടന്നിരുന്നത്. കാരണം ഈ ഹീനമരണം കാണുന്നവർ ഒരു കാരണവശാലും സർക്കാർ നിയമങ്ങളെ അതിലംഘിച്ച് മുന്നോട്ട് പോകരുത്. വിവിധ രീതിയിലുള്ള കുരിശുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T, X, Y, I എന്നിങ്ങനെ വിവിധ ആകൃതിയിൽ കുരിശുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കൂടുതലും അധിക ചിഹ്ന രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രൂശീകരണം നടക്കുന്ന സ്ഥലങ്ങളിലുള്ള ആ മരങ്ങളിലായിരിക്കും സാധാരണ കുരിശിൻ്റെ നെടുകയുള്ള ഭാഗം. അതുകൊണ്ടാണ് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് പറയാറുള്ളത്. വിധി പ്രസ്താവം നടക്കുന്ന വിസ്താര സഭാവേദി മുതൽ ക്രൂശീകരണ സ്ഥലം വരെ കുറ്റവാളി കുരിശും ചുമന്നുകൊണ്ട് പോകുന്നു എന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. നമുക്കിവിടെ ഒരു സംശയം ഉണ്ടാകാം. ഒരു മുഴുവൻ കുരിശിൻ്റെ അഥവാ നെടുകയും കുറുകയുമുള്ള 2 തടിക്കഷ്ണങ്ങളുടെ തൂക്കം അത് ഏകദേശം 130 കിലോഗ്രാമിൽ കൂടുതലാണ്. നല്ല ആരോഗ്യവാനായ ഒരു പുരുഷന് പോലും അത്രയും ഭാരം തൂക്കി നടക്കാനാവില്ല. അപ്പോൾ പിന്നെ ആപാദചൂടം മർദ്ദനമേറ്റ് രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് സാധിക്കുമോ? എന്നാൽ കുറ്റവാളി ചുമക്കുന്നത് മുഴുവൻ കുരിശല്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്താണ് അയാൾ ചുമക്കുന്നത്? കുരിശിൻ്റെ കുറുകയുള്ള തടിക്കഷ്ണമാണ് കുറ്റവാളി സാധാരണയായി ചുമക്കാറുള്ളത്. ഏകദേശം 30 കിലോ തൂക്കം വരുന്ന ഈ തടിക്കഷ്ണത്തെ പാറ്റിബുലം എന്നാണ് വിളിക്കുക. സത്യത്തിൽ യേശു ചുമന്നു എന്ന് പറയുന്നത് മുഴുക്കുരിശല്ല, പാറ്റിബുലമാണ്. എന്നിരുന്നാലും തിരക്കേറിയ ഒരു തെരുവിലൂടെ ഒരാൾ ഈ തടിക്കഷ്ണവും ചുമന്നുകൊണ്ട് പോകുമ്പോൾ വല്ലാത്ത അപമാനമാണ് അതുമൂലം സൃഷ്ടിക്കപ്പെടുന്നത്. യേശുവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ക്രൂശിതൻ്റെ അരയിൽ ഒരു ചെറിയ തുണിക്കഷ്ണം വരച്ചു വെക്കാറുണ്ട്. എന്നാൽ പൊതുവെ ക്രൂശിക്കപ്പെടുമ്പോൾ കുറ്റവാളികളെ പൂർണ്ണ നഗ്നരാക്കിയാണ് ക്രൂശിക്കുന്നത്. അപമാനത്തിൻ്റെ തീഷ്ണത കൂട്ടുവാൻ വേണ്ടിയാണ്. കുരിശിൻ്റെ താഴ്ഭാഗത്ത് തറച്ചു വെച്ചിരിക്കുന്ന ഒരു തടിക്കഷ്ണത്തിൽ ഇടയ്ക്കിടെ എത്തിക്കുത്തി നിന്നാണ് ക്രൂശിതർ ശ്വാസം എടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നിറയെ കീറിപ്പറഞ്ഞ പുറം കുരിശിൻ്റെ നെടുകയുള്ള കഷ്ണത്തിൽ വല്ലാതെ ഉരയും. അപ്പോൾ മുറിവ് കൂടുതൽ വലുതാവുകയും രക്തം കൂടുതലായി പ്രവഹിക്കുകയും ചെയ്യും. യേശു എൻ്റെ മേൽ, ക്രൂശ് എന്ന എൻ്റെ മേൽ ആണികളാൽ ബന്ധിതനായി കിടന്നപ്പോൾ ഞാൻ ഏറെക്കുറെ പൂർണ്ണമായും രക്താഭിഷിക്തനായി എന്ന് പറയുന്നതാണ് ശരി. കാരണം യേശുവിൻ്റെ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറി മുറിയപ്പെട്ടിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ മുറിവുകളിലൂടെ എല്ലാം രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ആ ചോര, സുഹൃത്തെ, താങ്കളുടെ മനസ്സിലെ പാപക്കളങ്കം കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം. ഇന്ന് കുരിശ് മാനിതമായി, അത് പ്രശംസാ വിഷയമായി. കാരണം ദൈവപുത്രൻ സാക്ഷാൽ യേശുക്രിസ്തു ആ ക്രൂശിൽ കിടന്നു എന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ സാന്നിധ്യം എത്ര അധമമായതിനെയും ആദരണീയമാക്കുന്നു എന്നതാണ് സത്യാവസ്ഥ.